അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ-മുസ്ലിം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എന്നത് നോർമലാണോ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ബാലുശ്ശേരിയിലെ സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയതിനു ശേഷമാണ് കേരളത്തിലെ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അന്നു മുതൽ ഇന്ന് ഈ വർത്തമാന കാലഘട്ടം വരെ അതിന്റെ നിലയിൽ അഴിച്ചു വിഷയപ്പെടുകയാണ്. അപ്പോ ആദ്യം ഈ യൂണിഫോമിലാണെങ്കിൽ പിന്നീട് അത് പാഠപദ്ധതിയിലേക്ക് നുഴഞ്ഞു കയറ്റമായിരുന്നു. ഈ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ച വളരെ അനിവാര്യമാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത് പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമായ റഫീഖ് അസ്ഹരി, അതുപോലെ തന്നെ കേരളത്തിലെ പ്രശസ്ത മുഫ്തി പ്രാസംഗികരുമായ അജ്മൽ ഹുസൈനി, അഡ്വക്കേറ്റ് മുബശ്ശിർ ഖാസിമി, പിന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വന്ന രാഷ്ട്രീയ ചിന്തകനായ സവാദ് നദ്വി. അപ്പോൾ ആദ്യമായി എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി? പലർക്കും ഒരു പുതുമയുള്ള കാര്യമാണ് എന്താണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത്. ഇതിലധികം ആൾക്കാരും ഇത് ആദ്യമായി കേൾക്കുന്ന വാക്ക്, അല്ലെങ്കിൽ പലരും പല പ്രാവശ്യം കേട്ട വാക്കായിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സമൂഹത്തിൽ ആണിനും പെണ്ണിനും വേണ്ടി നിലനിൽക്കുന്ന എല്ലാ അതിർവരമ്പുകളെയും വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കി സമത്വ സമ്പൂർണമായ ഒരു സാമൂഹിക സ്ഥിതി നിർമ്മിച്ചെടുക്കണം. എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു സാമൂഹിക സ്ഥിതി നിർമ്മിച്ചെടുക്കുന്നത്? അതിന് ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ നൽകി, ജെൻഡർ ന്യൂട്രൽ കളിപ്പാട്ടങ്ങൾ നൽകി, ജെൻഡർ ന്യൂട്രൽ ഭാഷകൾ ഉപയോഗിച്ച് കുട്ടികളെ വളർത്തുകയും അങ്ങനെ ഇതുപോലുള്ള സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതുകൊണ്ടുള്ള യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കും. ശരി, അപ്പോ ഈ ലിബറൽ ചിന്തകൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി അനുകൂലിക്കുന്നവർ പറയുന്ന പോലെ വെറും ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ജെൻഡർ മാറുന്നത്. ജെൻഡർ ഒരു സാമൂഹിക നിർമ്മിതിയാണെന്നും തോന്നൽ കൊണ്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കൊണ്ടോ മാറാൻ കഴിയുന്ന സാധനമാണെന്നുള്ളത് അങ്ങനെയുള്ള ഒരു വാദം തികച്ചും നിരർത്ഥകവും അടിസ്ഥാനരഹിതമാണ്. കാരണം ഇതിന് യുക്തിപരമോ ബുദ്ധിപരമായ യാതൊരു അടിസ്ഥാനവുമില്ല. അല്പം ബയോളജി പഠിച്ച ഏതൊരു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് സ്ത്രീയുടേത് XX ക്രോമസോമും പുരുഷന്റേത് XY ക്രോമസോമും എന്നുള്ളത്. എങ്ങനെയാണ് ഒരാൾ പുരുഷൻ സ്ത്രീ ഇതുപോലുള്ള രണ്ട് വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾക്കിടയിൽ തുല്യത ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഇതുപോലുള്ള രണ്ട് വ്യത്യസ്തങ്ങളായ വസ്തുക്കളുടെ മാറാൻ സാധിക്കുന്നത്? സ്ത്രീയും പുരുഷനും എന്നുള്ളത് കടലും കരയും പോലെ, രാവും പകലും പോലെ വ്യത്യസ്തങ്ങളായ രണ്ട് ഘടകങ്ങളാണ്. എന്നാൽ താങ്കൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ യൂണിഫോമിന്റെ പ്രശ്നം, എന്നാൽ ഇതിന്റെ പ്രധാന പ്രശ്നം ഇതൊരു യൂണിഫോമിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല എന്നുള്ളതാണ്. മറിച്ച് ഇത്രയധികം ഗൗരവമേറിയ ഈ വിഷയത്തെ പലരും കാണുന്നത് ഒരു പെണ്ണ് പാന്റ് ധരിച്ചാൽ എന്താണ് പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുമോ? അല്ലെങ്കിൽ ഭൂമിക്ക് വല്ല തകരാറും സംഭവിക്കുമോ? അല്ലെങ്കിൽ പാന്റും ഷർട്ടും എന്നുള്ളത് പുരുഷന്മാരുടെ കുത്തകയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒതുക്കുകയാണ്. ഇതിന്റെ മറുവശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഖ്യധാര വാർത്താ ചാനലുകൾക്കും ഇതിന്റെ പരിമിതിയെ കുറിച്ച് വ്യക്തമായ ബോധമില്ലാത്തവരാണ്, അല്ലെങ്കിൽ വ്യക്തമായ അറിവില്ലാത്തവരാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് വല്ല പെണ്ണിനെ ഒരു പാന്റ് ധരിപ്പിക്കുന്ന എന്തോ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ പുരുഷന്റെയും സ്ത്രീന്റെയും ലിംഗത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന എന്തോ ഒരു വിഷയമാണെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് ആണ് പെണ്ണിനിടയിൽ സമത്വം സൃഷ്ടിക്കലാണ്. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇന്റർസെക്സ് ആയവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് എന്താണ് ഇസ്ലാമിക നിലപാട്? ഇന്റർസെക്ഷനോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറയുന്നത് ആദ്യം എന്താണ് ഇന്റർസെക്സ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ? ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ശാരീരിക വൈകല്യങ്ങളോട് കൂടി തന്നെ ജനിക്കുന്ന ആൾക്കാർക്കാണ് ഇന്റർസെക്സുകാർ അഥവാ ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ കൊച്ചലോട് പറയുന്നത്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി പുരുഷന്റെയും സ്ത്രീയുടെയും ലിംഗം ഉണ്ടാവുക. ബാഹ്യ ശരീരഘടനയനുസരിച്ച് ഒരു മനുഷ്യന്റെ ലിംഗം നിർണ്ണയിക്കുമ്പോൾ വേർതിരിക്കുന്ന പ്രശ്നമാണ് ഇന്റർസെക്സ്. എന്നാൽ മനുഷ്യൻ ആൺപെൺകളായിട്ടാണ് വ്യക്തമായി പ്രകാശിക്കുന്നത്. ബാഹ്യ ശരീരഘടനയനുസരിച്ച് ഒരു മനുഷ്യന്റെ ലിംഗം നിർണ്ണയിക്കുമ്പോൾ അതിന് തടസ്സമാകുന്ന, അതായത് അതിന് തടസ്സമായ
ഇന്റർസെക്സുകാരുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് വ്യക്തമായ പുരുഷരുടെ വ്യക്തമായ അവിടെ ലിംഗസംബന്ധമായ അവയവങ്ങൾ നോക്കി അതിൽ കൂടുതൽ അടയാളമുള്ള ഒരു രീതിയിലേക്ക് ലിംഗത്തിലേക്ക് അവരുടെ ലിംഗം നിർണ്ണയിക്കാനുള്ളതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. ഈ ഇന്റർസെക്സിനോട് ലക്ഷ്യം ഇസ്ലാമിന്റെ ലക്ഷ്യം പറയുമ്പോൾ തന്നെ മുഹമ്മദിന്റെയും മുത്തറത്തിന്റെയും ഇസ്ലാമിന്റെ ലക്ഷ്യമാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മുഹമ്മദ് പറഞ്ഞാൽ? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ജനിക്കുമ്പോൾ പുരുഷനായ ഒരാൾക്കും 100% പുരുഷനായ ഒരാൾക്ക് അയാൾക്കും താനൊരു സ്ത്രീയാണ്. അതായത് അയാളുടെ സംസാര രീതി, പെരുമാറ്റ രീതി, ഇവയൊക്കെ സ്ത്രീകളുടെ സമാനമാണ്. ഇവർക്ക് മനസ്സിലാകും. എന്നാൽ മുത്തലജിലെന്ന് പറയുന്നത് 100% സ്ത്രീകളുടെ ശരീരമായിരുന്നു. എന്നാൽ ആ വ്യക്തിക്ക് താനൊരു പുരുഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇടപെടലുകൾ, സംസാര രീതികൾ, പെരുമാറ്റ രീതികൾ ഇവയൊക്കെ പുരുഷനിൽ നിന്ന് സമാനമായി. ഇവരിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഈ മുഹമ്മദ് പ്രതി തന്നെ രണ്ട് വിഭാഗക്കാർ. ഒന്നാമത്തെ വിഭാഗമാണ് അവരങ്ങനെ ആയത് അവരുടെ സാമൂഹിക അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ അവരെ വളർത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഹോർമോൺപരമായ പ്രശ്നം കൊണ്ടായി അവരുടെ മാനസികമായ പ്രശ്നമാണെങ്കിൽ അവർക്ക് മാനസികമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഹോർമോൺപരമായ പ്രശ്നമാണെങ്കിൽ അവർക്ക് ഹോർമോൺപരമായ ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് അവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധിക്തമായ കാഴ്ചപ്പാട്. എന്നാൽ മറ്റൊരു വിഭാഗക്കാരാണ്, അതായത് 100% പുരുഷശരീരമുള്ള മനഃപൂർവ്വം തന്നെ താനൊരു സ്ത്രീയായി അഭിനയിക്കും. അതുപോലെ 100% സ്ത്രീയുടെ ശരീരമാണ് മനഃപൂർവ്വം തന്നെ പുരുഷനായി അഭിനയിക്കും. ഈ മുഹമ്മദ് സുഹൃത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അള്ളാഹു ശ്രമിക്കുക. ചുരുക്കി പറയുകയാണെങ്കിൽ മുഹമ്മദ് സുഹൃത്താകട്ടെ, മുത്തലാകട്ടെ, പുരുഷകളാകട്ടെ ഒരു മനുഷ്യന്റെ ലിംഗം നിർണ്ണയിക്കുന്നത് ഇവരുടെ ചിന്തകൾ പറയുന്നത് പോലെ ഒരു മനുഷ്യന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ്. മറിച്ച് ബാഹ്യ ശരീര അവയവത്തെ നോക്കി ലിംഗം നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നീതിയുക്തമായ കാഴ്ചപ്പാട്. അപ്പോ ഈ ജെൻഡർ ന്യൂട്രൽ സമൂഹം രൂപപ്പെടുമ്പോൾ ഇതിലൂടെ സ്ത്രീകൾക്കുണ്ടായിരുന്ന സമത്വം, അവരുടെ കംഫർട്ട്, അവരുടെ സ്വാതന്ത്ര്യം എന്നിവ ഈ മുസ്ലിം സംഘടനകൾ എതിർക്കുന്നുണ്ട്. കാരണം ഈ ബാലശ്ശേരിയെ ഈ യൂണിഫോം നടപ്പാക്കിയത് അപ്പോൾ തന്നെ മുസ്ലിം സംഘടനകളാണ് ഇതിന് കൂടുതലായി എതിർത്തിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെ സ്ത്രീകൾക്ക് കിട്ടുന്ന അവരുടെ കംഫർട്ട്, അല്ലെങ്കിൽ അവരുടെ സമത്വം, അവരുടെ സ്വാതന്ത്ര്യം, ഇതിനെ എന്തിനാണ് ഈ മുസ്ലിം സംഘടനകൾ എതിർക്കുന്നത്? പൊതുവിലുള്ള ഒരു രീതിയാണ് സ്ത്രീകളുടെ അവകാശം, സ്ത്രീകളുടെ കംഫർട്ട്, സ്ത്രീകളുടെ സമത്വം എന്നിങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പേച്ചവാദങ്ങളെ അനുകൂലിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം സ്ത്രീകളുടെ സമത്വമോ സ്ത്രീകളുടെ കംഫർട്ടോ ആയിരുന്നെങ്കിൽ എന്താണ് പറയേണ്ടിയിരുന്നത്? ഒരു സ്കൂളിൽ നിങ്ങൾക്ക് യൂണിഫോമിന്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഒരു കളർ നിശ്ചയിക്കുന്നു. നിങ്ങൾക്ക് കംഫർട്ടായ ഏത് വസ്ത്രവും ഇന്ന കളറിൽ ധരിക്കാം. എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിർബന്ധമായും പാന്റും ഷർട്ടും ധരിക്കണം, എന്നാൽ മാത്രമേ സമത്വമാവുകയുള്ളൂ. എന്താണ് ഇതിന്റെ പിന്നിലുള്ളതിന്റെ അടിസ്ഥാനം? ലിബറൽ അജണ്ടകൾ ഒളിച്ചു കടത്താനുള്ള മാർഗം മാത്രമാണിത്. ഇത് മുസ്ലിം സംഘടനകളെ എതിർക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തെയോ സ്ത്രീകളുടെ കംഫർട്ടിനെയോ അല്ല, മറിച്ച് ഇതിന്റെ പിന്നിലുള്ള അജണ്ടകളെയാണ്. ഇത് വെറും വസ്ത്രത്തിന്റെയോ സമത്വത്തിന്റെയോ അവകാശത്തിന്റെയോ വിഷയമല്ല, മറിച്ച് ഇതിന്റെ യഥാർത്ഥ പരിണിതി എന്തെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ നടപ്പിലാക്കിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ മതി. എന്താണ് ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങൾ സംഭവിച്ചത്? നാളത്തെ ഭാവി വാഗ്ദാനമായ, നാളത്തെ ന്യായാധിപന്മാരായ, നാളത്തെ എഴുത്തുകാരായ, നാളത്തെ ചിന്തകരായ പുതിയൊരു സമൂഹം ജെൻഡർ നോൺ കൺഫോമിംഗ് എന്ന അവസ്ഥയിലാണ്. ജെൻഡർ നോൺ കൺഫോമിംഗ് എന്ന് പറഞ്ഞാൽ തനിക്ക് താൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇത് ഈ അവസ്ഥയിലേക്ക് എത്തലല്ല, ഈ അവസ്ഥ അവരെ എത്തിക്കുന്നത് കൂട്ടമായ ആത്മഹത്യയിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ മുസ്ലിം സമൂഹം എതിർത്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വിഷയം ഇത്രയധികം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ ഇതിന്റെ ലക്ഷ്യത്തെ പറ്റി സംസാരിക്കാൻ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. എന്നാണ് ഇതിന്റെ പിന്നിലുള്ള അവരുടെ ലക്ഷ്യം? ഇത് ഞങ്ങൾ മാത്രം പറയുന്നതോ അല്ലെങ്കിൽ ഞങ്ങളുടെ അധിക ഭാവനയോ അതിന് കഴിഞ്ഞ ചിന്തയോ അല്ല, മറിച്ച് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ വ്യക്തികൾ തന്നെ വ്യക്തമാക്കി തന്ന കാര്യമായിരുന്നു. അവർ പറയുന്നത് അവർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കി
ശേഷം ബാലശ്ശേരി നടപ്പിലാക്കിയതിനു ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദു ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: The unhindered by the apparent society heteronormative expectation. ഇതിന്റെ ആശയം ഞങ്ങൾക്ക് മനസ്സിലാക്കിയാൽ, ഇതിന്റെ ആശയത്തെ ഞങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഹെറ്ററോനോർമിറ്റി എന്നതിനെ പൂർണ്ണമായി തകർക്കലാണ്, അല്ലെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കലാണ് ഇതിന്റെ പിന്നിലുള്ള അവരുടെ ലക്ഷ്യം. താങ്കൾ പറഞ്ഞാൽ ഈ ഹെറ്ററോനോർമറ്റീവ് എക്സ്പെക്ടേഷൻ എന്നതിനെ തകർക്കലാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ എന്താണ് ഹെറ്ററോനോർമറ്റീവ് എക്സ്പെക്ടേഷൻ? പല ആളുകൾക്കും പുതുമയുള്ള ഒരു കാര്യമാണ് എന്താണ് ഹെറ്ററോനോർമറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എതിർവർഗലിംഗ സ്വഭാവികത എന്നാണ്. എന്താണ് എതിർവർഗലിംഗ സ്വഭാവികത? സമൂഹത്തിൽ പ്രകൃതിപരമായി നിലനിൽക്കുന്ന ആൺപെൺബന്ധം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ലൈംഗികത, അതിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക ക്രമം, ഇതിനെയാണ് ഞങ്ങൾ ഹെറ്ററോനോർമറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൂറ്റാണ്ടുകളായി മനുഷ്യൻ എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ പ്രത്യുൽപാദനം നടത്തിയത്, അതിന്റെ ഹെറ്ററോസെക്ഷുവാലിറ്റി വെച്ചിട്ടാണ്. ഇതിനെ തകർക്കുക എന്നതാണ്, അഥവാ ഹെറ്ററോനോർമറ്റീവ് തകർക്കുക എന്നുള്ളതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഹെറ്ററോനോർമറ്റിവിറ്റി തകരുകയാണെങ്കിൽ, ഈ എക്സ്പെക്ടേഷൻ തകരുകയാണെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് ക്യൂർ നോർമറ്റീവ് എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. അതായത് ഇപ്പോഴുള്ള ഈ സാമൂഹിക സ്ഥിതി, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ലൈംഗികത പഴഞ്ചൻ ആശയമാണെന്നും 6-ാം നൂറ്റാണ്ടിലെ കാര്യമാണെന്നും പുതിയ തലമുറയ്ക്ക് പുതിയ ലൈംഗിക ആശയങ്ങൾ വേണമെന്നും അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ലൈംഗികതയും നടപ്പിലാക്കുന്ന ആശയമാണ് ക്യൂർ നോർമറ്റീവ് എക്സ്പെക്ടേഷൻ. ഈ പിഴച്ചവാദത്തെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക്, കേരളത്തിലേക്ക്, നാളത്തെ ഭാവി വാഗ്ദാനമായ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മതപരമായ കാര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചമർത്തുന്നതിനാണ് ഈ കാര്യങ്ങളൊക്കെ. ഇത് വെറും മതപരമായ കാര്യമൊന്നുമല്ല, മറിച്ച് ഇതൊരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു നാടിനെയോ ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ഈ സമൂഹത്തെ തന്നെ വേരോടെ പിഴുതറിയുന്ന ആശയമാണ്. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മുസ്ലിം സമൂഹം മാത്രം എതിർക്കേണ്ട കാര്യമല്ല, മറിച്ച് ഇവിടത്തെ ഓരോ മതവിശ്വാസിയും ഇതിനെ എതിർക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഈ മുസ്ലിം സമൂഹത്തെ മാത്രം ഇതിന് പഠിച്ചേർക്കേണ്ട ആവശ്യം? ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി പറയുകയാണെങ്കിൽ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്ന് ഒരു ന്യൂസ് വരികയുണ്ടായി. അവിടെ അമേരിക്കയിൽ ജെൻഡർ ന്യൂട്രൽ നടപ്പിലാക്കിയ രാജ്യമാണ്. അവിടെ അതുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ ആശയപരമായ കാര്യങ്ങൾ എന്തു വേണമെങ്കിൽ അവിടെ ചെയ്യാം. അങ്ങനെ അവിടെ ഒരു നീന്തൽ കളിക്കാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ജെൻഡർ ന്യൂട്രൽ ആശയപ്രകാരം ഞാൻ സ്ത്രീയാണെന്ന് വാദിച്ച് സ്ത്രീകളോട് മത്സരിക്കുകയുണ്ടായി. ഒളിമ്പിക്സിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ആ ഒളിമ്പിക്സിൽ അവനായിരുന്നു, അതായത് അവൻ സ്ത്രീയായിട്ടാണ് അവർ മത്സരിച്ചത്, അവനായിരുന്നു ആ സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് റാങ്ക്. പുരുഷന്മാരുടെ കൂടെ ഇത് മത്സരാർത്ഥി മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അവന്റെ റാങ്ക് 462ആയിരുന്നു. പിന്നെ വളരെയധികം രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അക്കൊല്ലത്തെ വുമൻസിനുള്ള അവാർഡ് അവന് തന്നെയാണ് കിട്ടുകയുണ്ടായത്. ഇതിപ്പോൾ കായികത്തിൽ മാത്രമല്ല, മറിച്ച് അതിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ജയിലിലടക്കം എത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അവിടെ അറസ്റ്റ് ആക്കുകയുണ്ടായി. അവിടെ ഇത് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കിയ കാരണത്താൽ അദ്ദേഹത്തിനെ ഈ അടക്കം ചെയ്തത് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചത് പുരുഷന്മാരുടെ ജയിലിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഒരു രസം തോന്നുന്നില്ല പുരുഷന്മാരുടെ കൂടെ. അങ്ങനെ ജെൻഡർ ന്യൂട്രൽ ആശയപ്രകാരം അദ്ദേഹം പറഞ്ഞു, ഐ നോട്ടിഫൈ ആസ് എ വുമൺ, എനിക്കൊരു സ്ത്രീയായി തോന്നുന്നു, അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ജയിലിൽ കൊണ്ടുപോയിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയം അവർ സ്വീകരിക്കേണ്ടതല്ലേ. അങ്ങനെ സ്ത്രീകളുടെ ജയിലിൽ കൊണ്ട് അദ്ദേഹത്തെ ഇട്ടു. പരിതാപകരമല്ലാതെ വേറൊരു വാക്കിനെ ഇതിൽ പറയാൻ എന്താണ് അവിടെ സംഭവിച്ചത്? 2 സ്ത്രീകളെ ഗർഭിണികൾ. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കിയ രാജ്യങ്ങൾ ദിനേന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.
ഇതിന് വ്യത്യസ്തമായി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതേപോലെ തന്നെ മനുഷ്യൻ സ്ത്രീ പുരുഷനായതോ പുരുഷൻ സ്ത്രീ ആയതോ കാര്യമല്ല, മനുഷ്യൻ മൃഗമാകുന്നൊരു കാര്യമാണ്. അതായത് ഒരു മനുഷ്യൻ പറയാണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുരുഷൻ സ്ത്രീ ആയതുപോലെ ഒരു പുരുഷൻ സ്വന്തം ഐഡന്റിഫൈ ചെയ്യാണ് ഞാനൊരു മൃഗമാണ്. അങ്ങനെ ഇതുവരെ ഒരാൾക്ക് തോന്നിയതോ അല്ലെങ്കിൽ രണ്ടുപേർക്ക് തോന്നിയതോ കാര്യമല്ല. ഈ ഏറ്റവും ലേറ്റസ്റ്റായ കണക്കനുസരിച്ച് അവരുടെ സമൂഹത്തിൽ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 10,000-ൽ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ടുള്ളതാണ്. ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ വളരുന്നുണ്ട്. എന്നാൽ ഇസ്ലാം എന്താണ് കൽപ്പിക്കുന്നത്? ഇതുപോലുള്ള ആശയങ്ങൾക്കെതിരെ ഇസ്ലാം എന്താണ് കൽപ്പിക്കുന്നത്? ഇസ്ലാം പറയുന്നത് ഈക്വാലിറ്റി അല്ല, ഇക്വിറ്റിയാണ്. ജെൻഡർ ഈക്വാലിറ്റി അല്ല, ജെൻഡർ ഇക്വിറ്റി. പുരുഷന്റേതായ ധർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും, സ്ത്രീയുടേതായ ധർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും. ഒരു സ്ത്രീ എത്ര ധനികയാണെങ്കിലും ദരിദ്രനായ ഭർത്താവിന് ചെലവ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു പുരുഷൻ എത്ര ദരിദ്രനാണെങ്കിലും ധനികയായ സ്ത്രീയുടെ ചെലവ് നോക്കേണ്ട ആവശ്യം അയാളുടെ ബാധ്യതയാണ്. ഇതുപോലെ എല്ലാ അവസ്ഥയിലും ഇസ്ലാം കൽപ്പിക്കുന്നത് നീതിയാണ്. അപ്പോൾ ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് അത്ര നോർമലായ ഒരു കാര്യമാണ്. ഏതായാലും നല്ലൊരു നാളേക്ക് വേണ്ടി ഇതുപോലെയുള്ള പിഴച്ച ആശയങ്ങളെ എതിർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.